സാനിറ്ററി വെയർ മേടിക്കാൻ പോകുമ്പോൾ, എസ്പെഷ്യലി ക്ലോസറ്റ്സ് മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് നോർമൽ ക്ലോസറ്റും സൈഫോണിക് ക്ലോസറ്റും. സോ ബേസിക്കലി മാർക്കറ്റിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് സിംഗിൾ പീസ് യൂണിറ്റേ ഉള്ളു എന്നാണ് ജനറലി കസ്റ്റമേഴ്സിന്റെ ഒരു ധാരണ. ഒന്നെങ്കിൽ നോർമൽ ക്ലോസറ്റ് ആണ് അല്ലെങ്കിൽ സൈഫോണിക് ക്ലോസറ്റ് ആണ്. അപ്പം അവർ മൈൻഡിൽ ഒരു ധാരണയായിട്ടാണ് വരുന്നത്, ഈ സൈഫോണിക് വേണം, നോർമൽ വേണ്ട, അല്ലെങ്കിൽ നോർമൽ മതി, സൈഫോണിക് വേണ്ട. പക്ഷേ ഇത് രണ്ടും അല്ല. ക്ലോസറ്റ്സ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ ക്ലോസറ്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതിനുള്ളത് ആണ് നമ്മൾ ഇനി ഉള്ള ഒരു അടുത്ത കുറച്ച് വീഡിയോസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ഫ്ലഷിംഗ് സിസ്റ്റം ഒരു ക്ലോസറ്റിന്റെ ഹാർട്ടാണ്. അതായത് ഒരു ക്ലോസറ്റ് വേറൊരു ക്ലോസറ്റിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് അതിന്റെ ഫ്ലഷിംഗ് സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പം ഫ്ലഷിംഗ് സിസ്റ്റമിന് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടുണ്ട്. അതായത് വെള്ളത്തിന്റെ ഇൻഗ്രസും വെള്ളത്തിന്റെ ഈഗ്രസും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ലോസറ്റ് എങ്ങനെയാണ് വെള്ളം അകത്തോട്ട് അതിന്റെ ബേസിൻ അല്ലെങ്കിൽ മെയിൻ ക്ലീനിങ് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിനെ എങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഈ വെള്ളത്തിനെ അതെങ്ങനെ പുറത്തോട്ട് കളയുന്നു. അപ്പോൾ ഈ വെള്ളത്തിന്റെ ഇൻഗ്രസും ഈഗ്രസും ആണ് ഒരു ഫ്ലഷിംഗ് യൂണിറ്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ട്. അപ്പം ഈ ഇൻഗ്രസും ഈഗ്രസിന്റെയും ഇതിന്റെ ഇടയ്ക്ക് എന്ത് നടക്കുന്നു, അതായത് വെള്ളം വന്ന് വെള്ളം പോയി, ഇതിന്റെ എല്ലാം ഇടയ്ക്ക് വെള്ളം എങ്ങനെ ഈ ബേസിനകത്ത് ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ ബേസിനിൽ മൂവ് ചെയ്തു, ഇതാണ് ബേസിക്കലി ഒരു ക്ലോസറ്റിനെ വേറൊരു ക്ലോസറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചില ടെക്നോളജീസ് സിംഗിൾ യൂണിറ്റിന് മാത്രം അല്ലെങ്കിൽ സിംഗിൾ പീസ് ഫ്ലോർ മൗണ്ടഡിന് മാത്രമുള്ളതാണ്. അത് വാൾ ഹാങ്ങിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ ചില ഫ്ലഷിംഗ് സിസ്റ്റംസ് രണ്ടിലും വരാം. അപ്പം ഇത് ഒരു ഡീപ്പ് ടോപ്പിക് ആണ്. എന്നാൽ അത്ര ഡീപ്പും അല്ല, മേ ബി 2 to 3 എപ്പിസോഡ്സ് എടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഓഫ് കോഴ്സ് എടുക്കാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലോസറ്റ്സും വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഫ്ലഷിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ തിയറിയും ഇതിന്റെ പ്രാക്ടിക്കലി ക്ലോസറ്റും കാണിക്കാം. ഫ്ലഷ് ചെയ്ത് കാണിക്കാൻ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല. പിന്നെ അതുമല്ല, നമ്മൾ വെള്ളം ഫ്ലഷ് ആയി പോകുന്നത് മൊബൈലിൽ കൂടെ കാണിച്ചാൽ അത് ക്ലിയർ ആവത്തില്ല. സോ ഐ ഹോപ്പ് കുറച്ച് സ്കിമാറ്റിക്സും കുറച്ച് എക്സ്പ്ലനേഷനും ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഫ്ലഷിംഗ് സിസ്റ്റം, രണ്ട് ക്ലോസറ്റ് സിസ്റ്റം അത് എന്തുവാണെന്ന് മനസ്സിലാവും. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല സമയമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. കാരണം ഇനി വരാൻ പോകുന്ന 2-3 എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള എല്ലാ ക്ലോസറ്റ്സിനെ കുറിച്ചും ഫ്ലഷിംഗ് സിസ്റ്റംസിനെ കുറിച്ചും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ടോപ്പിക്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന വേറെ ഒരു ചാനലോ വേറെ ഒരു എപ്പിസോഡ്സോ ഇല്ല എന്നുള്ള ഞാൻ 100% ഗ്യാരണ്ടിയോടെ പറയാം. സോ ടു ഹാവ് മോർ ലേണഡ് ബൈയിങ് എക്സ്പീരിയൻസ്, സബ്സ്ക്രൈബ് ദിസ് channel now. Start watching it consistently and refer it to friends and families. നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് സ്കിമാറ്റിക്സ് ഇവിടെ വരച്ച് നോക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം ക്ലോസറ്റ്സ് ആക്ച്വലി എത്ര ടൈപ്പ് ഉണ്ട്. പിന്നെ ഏത് ക്ലോസറ്റ് ആയാലും അതിനകത്ത് ഫണ്ടമെന്റലി, അതായത് ഏതൊരു ക്ലോസറ്റിനകത്തും ബേസിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട്, അതായത് ആ ക്ലോസറ്റിനെ എന്തുവാണോ മറ്റ് ക്ലോസറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ആ പെർട്ടിക്കുലർ ടെക്നോളജി എന്തുവാണ്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്കിമാറ്റിക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോർ, ഫിനിഷ് ഫ്ലോർ. നമ്മളൊരു എസ്ട്രാപ്പ് ഇവിടെ വരയ്ക്കാം. ആദ്യം ഒരു എസ്ട്രാപ്പ് വരച്ചു. ഇനി നമ്മളൊരു പാൻ വരയ്ക്കാം. ഇത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ പുറത്തെ ടാങ്ക്. സോ ഇനി ഇപ്പോൾ ഇത് കണ്ട ഒരുമാതിരി ഒരു ക്ലോസറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ ക്ലോസറ്റിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട്, ഇതല്ല ഏത് ലോകത്തെ ക്ലോസറ്റ് ആയാലും ബേസിക്കലി നടക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ആ രണ്ട് കാര്യമാണ് വെള്ളം അകത്തോട്ട് വരുന്നതും വെള്ളം പുറത്തോട്ട് പോകുന്നതും. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വെള്ളത്തിൻ്റെ ഇൻഗ്രസും വെള്ളത്തിൻ്റെ ഈഗ്രസും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇൻലെറ്റ്, വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ്. അപ്പം ഇത് രണ്ടും കഴിഞ്ഞാൽ ഈ രണ്ട് ടെക്നോളജി ഇല്ലാതെ ഒരു ക്ലോസറ്റും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് വളരെ ബേസിക് ആണ്. അപ്പം ഒരു ക്ലോസറ്റിനെ മറ്റൊരു ക്ലോസറ്റിൽ നിന്ന് അത് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് എന്ത് നടക്കുന്നു, അതായത് ഈ പോർഷനിൽ വെള്ളം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവിടെ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്ലോസറ്റ് മറ്റു ക്ലോസറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനി ഇതുകൂടാതെ ഈ അകത്തെ മൂവ്മെന്റ്, അതായത് നമ്മൾ ഇൻഗ്രസ് കണ്ടു, ഈഗ്രസ് കണ്ടു, ഈ അകത്തെ മൂവ്മെന്റിനകത്ത് രണ്ട് പാർട്ടുണ്ട്. അതായത് എങ്ങനത്തെ മൂവ്മെന്റ് ആണെങ്കിലും ആ മൂവ്മെന്റിന് രണ്ട് പാർട്ടുണ്ട്. ആ രണ്ട് പാർട്ട് ഞാൻ പെട്ടെന്ന് വരച്ച് കാണിച്ചു തരാം. സോ ഇത് ഒരു പാൻ, അതായത് നമ്മൾ ഈ കാണുന്ന പാൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഈ കാണുന്ന പാൻ്റെ തന്നെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കാണിച്ചേക്കുന്നത്. സോ ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ആരോസ് വരച്ചേക്കുന്നത് ആക്ച്വലി വെള്ളം വരുന്ന വഴി, അല്ലെങ്കിൽ വെള്ളം അകത്തോട്ട് വന്ന് ഇൻഗ്രസ് ചെയ്ത വെള്ളം എങ്ങനെ ഈഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബൗളിനകത്തൂടെ മൂവ്മെന്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഇനി ഇതിന്റെ രണ്ട് പാർട്ട് ഞാൻ പറഞ്ഞു. ബോളിനകത്ത് നടക്കുന്ന മൂവ്മെന്റ് ആണ് ഓരോ ഫ്ലഷിംഗ് സിസ്റ്റമിനെ വ്യത്യസ്തമാക്കുന്നത്. ആ മൂവ്മെന്റിന് രണ്ട് പാർട്ടുണ്ട്. ആ രണ്ട് പാർട്ട് ഇതൊക്കെയാണ്. ഒന്ന് ട്രസ്റ്റ്, രണ്ടാമത്തത് സപ്പോർട്ട്.
ഏതൊരു വെള്ളവും ബേസിനകത്ത് കയറി കഴിഞ്ഞാൽ അതിന് രണ്ട് പാർട്ടുണ്ട്, ഒന്ന് ത്രസ്റ്റ് പാർട്ടുണ്ട്, ഒന്ന് സപ്പോർട്ട് പാർട്ടുണ്ട്. ഇവിടെ ഞാൻ വരച്ചതിനകത്ത് ത്രസ്റ്റ് പാർട്ട് ഈ 3 ലൈനാണ് അതിന്റെ ത്രസ്റ്റ് പാർട്ട്. ഈ 3 ലൈൻ ത്രസ്റ്റ് പാർട്ടാണ്. അപ്പൊ ഇതിന്റെ ഈഗ്രസ് അല്ലെങ്കിൽ ഇത് പോകാനുള്ള ബൗളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ഈ കാണിച്ചേക്കുന്ന ഒരു 90% വാഷ് ഡൗൺ ടോയ്ലറ്റ്സിന്റെ മൂവ്മെന്റ് ആണ്. ഏറ്റവും കോമൺ മൂവ്മെന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വരച്ചത്. ഈ 3 ലൈൻ മേളിൽ നിന്ന് വരുന്നതാണ് ഈ വരുന്ന വെള്ളത്തിന്റെ ത്രസ്റ്റ് പാർട്ട് വെള്ളം. ബാക്കിയുള്ള ഈ ബ്ലൂ ലൈൻസ് എല്ലാം കാണുന്നത് സപ്പോർട്ട് വെള്ളമാണ്. ഈ ത്രസ്റ്റും സപ്പോർട്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ഫ്ലഷിംഗ് സിസ്റ്റം ആവുന്നത്. വെറും സപ്പോർട്ട് കൊണ്ടും ചെയ്യാൻ പറ്റും, വെറും ത്രസ്റ്റ് കൊണ്ടും ചെയ്യാൻ പറ്റും. അത് അതിന്റെ എക്സ്ട്രീംസ് ആണ്. ത്രസ്റ്റിനെ നമ്മൾ ടി ആയിട്ട് കാണിക്കാം, സപ്പോർട്ടിനെ നമുക്ക് എസ് ആയിട്ട് കാണിക്കാം. അപ്പം T:S, അതായത് ത്രസ്റ്റ് എത്ര ശതമാനം ഉണ്ട്, സപ്പോർട്ട് എത്ര ശതമാനം ഉണ്ട്, ത്രസ്റ്റ് മാത്രം സപ്പോർട്ട് മാത്രം. അപ്പോൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഓരോ ക്ലോസറ്റിനെയും ഒന്നിൽ നിന്ന് മറ്റേതിനകത്തും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ട് ബേസിക് ടൈപ്പ് ഓഫ് ക്ലോസറ്റ്, അതായത് ഓപ്പൺ റിം ക്ലോസറ്റും ഹോൾഡ് റിം ക്ലോസറ്റും. ഓപ്പൺ റിം ക്ലോസറ്റും ഹോൾഡ് റിം ക്ലോസറ്റും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ഇതിന്റെ ത്രസ്റ്റ് എവിടെ വരുന്നു, ഇതിന്റെ സപ്പോർട്ട് എവിടെ വരുന്നു, ത്രസ്റ്റും സപ്പോർട്ടും വെച്ച് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വരും എപ്പിസോഡുകളിൽ നമ്മൾ ഇതേപോലെ സൈഫോണിക് ആണെങ്കിലും റിംലെസ് ആണെങ്കിലും, അപ്പം സൈഫോണിക്കും റിംലെസ്സും ആണ് അടുത്ത രണ്ട് ടെക്നോളജി. ബേസിക്കലി ഈ 4 ടെക്നോളജിയെ ഉള്ളു മാർക്കറ്റിൽ. ഇതിന്റെ മൈക്രോ വേരിയേഷൻസ് ആണ് പിന്നുള്ളത്, അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. മേജർ ആയിട്ട് 4 ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് സിസ്റ്റമേ ഉള്ളൂ. അത് ഓപ്പൺ റിം, ഹോൾഡ് റിം, റിംലെസ് ആൻഡ് സൈഫോണിക്. അപ്പോൾ ഈ 4 നമ്മൾ 2 എപ്പിസോഡായിട്ട് കാണും. സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം ഈ വീഡിയോസ് ആദ്യം കാണാൻ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഈ ക്ലോസറ്റ്സിലേക്ക് പോവാം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് എസ്കോയുടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വാൾ ഹങ് വാഷ് ബേസിൻ ആണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഓപ്പൺ റിം ക്ലോസറ്റ്സ്, അതായത് റിം ഉണ്ട് പക്ഷെ ഓപ്പൺ റിം ആണ്. അപ്പം റിം എന്തുവാന്ന് ജസ്റ്റ് ഞാനൊന്നൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മൾ പുറമെ കാണുന്ന ബേസിൻ. ഇതിനകത്ത് ഈ മേളത്തെ ലെയർ പോയി അകത്തോട്ട് മടങ്ങുന്നുണ്ട്, പക്ഷെ ഇത് മടങ്ങി ഇതുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പണിംഗ് പോലെ നിൽക്കുവാണ്. ഇൻഗ്രസ് ചെയ്യുന്ന വെള്ളം ഈ ഓപ്പണിങ്ങിനകത്തൂടെ കറങ്ങിയാണ് ഇതിനകത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഇതാണ് ഏറ്റവും ബേസിക്, ഏറ്റവും ഫണ്ടമെന്റൽ ഫ്ലഷിംഗ് സിസ്റ്റം, അതായത് ഓപ്പൺ റിം ഫ്ലഷിംഗ് സിസ്റ്റം. ഓപ്പൺ റിമിനകത്ത് എങ്ങനെ ഓപ്പൺ റിം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ സപ്പോസ് ഇതിനകത്തോട്ട് കൈ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ വിരൽ അകത്തോട്ട് പോകുന്നുണ്ട്. ഇതേപോലെ ഇത് 4 സൈഡും എനിക്ക് വിരൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി ഈ കാണുന്ന ടോപ്പ് ലൈൻ നമുക്ക് താഴേന്ന് ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്ലോസറ്റ്സ് ആണ് ഓപ്പൺ റിം ക്ലോസറ്റ്സ്. ഇനി ഓപ്പൺ റിം ക്ലോസറ്റ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ഓപ്പൺ റിം ക്ലോസറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസ് മോഡൽസിനകത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ റിം ആയിരിക്കും. അപ്പം ഓപ്പൺ റിം വളരെ ബേസിക് ആണ്. ഓപ്പൺ റിമിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് എന്തുവാന്ന് വെച്ചാൽ, ഓപ്പൺ റിം ക്ലോസറ്റ്സ് ഒരുപാട് നോയ്സ് ഉണ്ടാക്കും. അപ്പം നമ്മൾ പറഞ്ഞു ഈ ക്ലോസറ്റിനകത്ത് അല്ലെങ്കിൽ ഏതൊരു ക്ലോസറ്റിനകത്തും 2 പാർട്ടുണ്ട് അതിന്റെ ഫ്ലഷിംഗ് സിസ്റ്റമിന്. അത് ത്രസ്റ്റും സപ്പോർട്ടും ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇതും പറഞ്ഞ്, ഇപ്പോൾ ത്രസ്റ്റും സപ്പോർട്ടും എപ്പോഴും ഒരു റേഷ്യോയിൽ ഇരിക്കും എങ്കിലും ഏതെങ്കിലും ഒരു പാർട്ട് 0 ആകാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് ആ സാധ്യതയ്ക്കകത്ത് സപ്പോർട്ട് 0 ആണ്. അതായത് ഈ വാഷ് ബേസിനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, ഏതാണ്ട് 20-30 വർഷമായിട്ട് ഈ ഫ്ലഷിംഗ് സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇന്നും ഈ ഫ്ലഷിംഗ് സിസ്റ്റം ഇത്രയും റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ വലിയൊരു കാരണം എന്ന് വെച്ചാൽ, ദിസ് ഈസ് ദി ഓൺലി ക്ലോസറ്റ് വെയർ ദർ ഈസ് 100% ത്രസ്റ്റ് ആൻഡ് 0 സപ്പോർട്ട്. എന്ന് വെച്ചാൽ ത്രസ്റ്റ് മാത്രമുണ്ട്, എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്ലീനിങ്. അപ്പൊ ത്രസ്റ്റ് എത്ര കൂടുതലായിരിക്കും എപ്പോഴും ക്ലീനിങ് അത്രയും ആവാൻ ചാൻസസ് കൂടുതലാണ്. സോ അതാണ് ഈ ത്രസ്റ്റ് കൂടുതലുള്ള വാഷ് ബേസിൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഇതിനകത്ത് ത്രസ്റ്റ് എവിടുന്ന അല്ലെങ്കിൽ ത്രസ്റ്റ് എന്തുവാന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം ടാങ്കിൽ നിന്ന് ഒരു പ്രാവശ്യം ബേസിനിലോട്ട് വന്നു കഴിയുമ്പോൾ ഏറ്റവും ഫോഴ്സിൽ വെള്ളം വരുന്ന പാർട്സ്, അത് എല്ലാ പാർട്ടിയിൽ നിന്നും ഫോഴ്സിൽ വെള്ളം വരില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് വളരെയധികം ഫോഴ്സിൽ വെള്ളം വരും. ആ ഫോഴ്സിൽ വരുന്ന വെള്ളമാണ് ത്രസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഇൻഗ്രസിന്റെ ത്രസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഫോഴ്സിൽ വരാതെ ഈ ത്രസ്റ്റ് ചെയ്ത് വരുന്ന വെള്ളത്തിന് സപ്പോർട്ടായിട്ട് 4 സൈഡിൽ നിന്നും വെള്ളം വരും. ആ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളത്തിനാണ് നമ്മൾ സപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ത്രസ്റ്റും സപ്പോർട്ടും ഇത് രണ്ടും കൂടെ ചേർത്താണ് ഒരു ഇഫക്റ്റീവ് ഫ്ലഷിംഗ് ആവുന്നത്. പക്ഷേ ഇതിനകത്ത് സപ്പോർട്ട് നില്ലാണ്. ഈ ക്ലോസറ്റ് 100% ത്രസ്റ്റ് ബേസ്ഡ് ഫ്ലഷിംഗ് ആണ്. അതുകൊണ്ടായിരിക്കും ഈ ക്ലോസറ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഒരിക്കലും രണ്ടാമത് ഫ്ലഷ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ത്രസ്റ്റ് ബേസ്ഡ് വാഷ് ബേസിൻസിന് ഈ അഡ്വാൻറ്റേജസ് നമ്മൾ കേട്ടു. അതായത് ഒന്ന്, ഇത് ഓപ്പൺ റിം ആണ്, അതുകൊണ്ട് വളരെ ചീപ്പാണ്. സെക്കൻഡ്, ഇതിനകത്ത് 100% ത്രസ്റ്റ് ബേസ്ഡ് വാട്ടർ മൂവ്മെന്റ് ആയതുകൊണ്ട് ഇതിനകത്തൊന്ന് ഒരിക്കലും നമുക്ക് രണ്ടാമത് ഫ്ലഷ് ചെയ്യേണ്ടി വരത്തില്ല. ഇതിനകത്ത് പക്ഷേ അതേപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ നോയ്സ് ആണ്.
അതായത് 100% ത്രസ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് ഒരു ക്ലോസറ്റിനകത്ത് ത്രസ്റ്റിന്റെ അളവ് എത്ര കൂടുന്നോ അത്രയും ആ ക്ലോസറ്റിന്റെ നോയ്സും കൂടും. അതായത് നമ്മൾ ഫ്ലഷ് ചെയ്ത അപ്പുറത്തെ മുറിയിൽ കേൾക്കുന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിന്റെ ത്രസ്റ്റിന്റെ അളവാണ്. ഇത് 100% ത്രസ്റ്റ് ആയതുകൊണ്ട് ഇതിന് 100% നോയ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ നോയ്സ് ഒരു ഇഷ്യൂ ആണ്. നമ്മൾ മേളത്തെ ബാത്റൂമിനകത്തായിരിക്കും ഈ ഫ്ലഷ് ചെയ്യുന്നത്, പക്ഷെ താഴെ ഹോളിനകത്ത് അത് ചെറിയൊരു അനക്കമെങ്കിലും അറിയാൻ പറ്റും അവിടെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തുവാന്ന് വെച്ചാൽ അതാണ് എക്സ്പൾഷൻ ഓഫ് വാട്ടർ. അതായത് നമുക്കറിയാം ഇൻഗ്രസ് ഉണ്ട്, ഈഗ്രസ് ഉണ്ട്. പക്ഷേ ഈ ഇൻഗ്രസിനും ഈഗ്രസിനും ഇടയ്ക്ക് ഈ ബൗളിനകത്തുനിന്ന് അല്ലെ ബേസിനകത്തുനിന്ന് വെള്ളം പുറത്തോട്ട് ചാടുന്ന ഒരു കണ്ടീഷൻ. അപ്പം അതാണ് എക്സ്പൾഷൻ ഓഫ് വാട്ടർ. അപ്പം ത്രസ്റ്റ് ബേസ്ഡ് വാഷ് ബേസിൻസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ കേട്ടു, നോയ്സ് ആണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് ഈ എക്സ്പൾഷൻ ഓഫ് വാട്ടർ. അപ്പോൾ എക്സ്പൾഷൻ ഓഫ് വാട്ടർ വരുമ്പോൾ ചിലപ്പോൾ അത് ക്ലീൻ വാട്ടർ ആയിരിക്കും, ചിലപ്പോൾ അതിനകത്ത് കുറച്ച് വേസ്റ്റ് കാണും. അപ്പോൾ ഇത് ഹൈജീനിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹൈജീനിക്കലി ഈ ഒരു സിറ്റുവേഷൻ നല്ലൊരു സിറ്റുവേഷൻ അല്ല, അതായത് ബേസിനകത്തുനിന്ന് വെള്ളം എക്സ്പൾസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, നിങ്ങൾ ലോ കോസ്റ്റ് ത്രസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ റിം ക്ലോസറ്റ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓരോ ഫ്ലഷിംഗ് കഴിഞ്ഞിട്ടും ആ ബാത്റൂമിന്റെ ഫ്ലോർ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് അല്ലെങ്കിൽ ആ വെള്ളം അല്ലെങ്കിൽ ഹെൽത്ത് ഫോസറ്റ് വെച്ച് തന്നെ ആ ഫ്ലോറിൽ ഒരു ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ആ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരണം എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വില കുറഞ്ഞ അല്ലെങ്കിൽ ഇക്കണോമി റേഞ്ചിലെ ത്രസ്റ്റ് ബേസ്ഡ് ഓപ്പൺ റിം ക്ലോസറ്റ്സ് എടുക്കുമ്പോഴുള്ള ഒരു കാര്യമാണ്. പക്ഷേ 5 സ്റ്റാർ ഹോട്ടൽസ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പല കമ്പനീസിന്റെ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കമ്പനീസ് ആണ് കോളർ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, അതേപോലെ ജാഗ്വാർ, ഇതേപോലത്തെ അല്ലെങ്കിൽ ടോട്ടോ എന്നൊക്കെ പറയുന്ന പ്രീമിയം ബ്രാൻഡ്സ്. പക്ഷേ ഓൾമോസ്റ്റ് ഓൾവേസ് 5 സ്റ്റാർ ഹോട്ടൽസ് പോലും യൂസ് ചെയ്യുന്ന ഈ പ്രീമിയം ബ്രാൻഡ്സിന്റെ ഓപ്പൺ റിം ക്ലോസറ്റ്സ് ആണ്. അപ്പം ഒരു നോർമൽ ഒരു കമ്പനി അല്ലെ, ഇതിപ്പം നല്ല കമ്പനിയാ, എസ്കോ മോശമല്ല, കാരണം ജാഗ്വാറിന്റെ പ്രൊഡക്റ്റാ, അതുകൊണ്ട് ഇതിനകത്ത് ഈ എക്സ്പൾഷന്റെ പ്രോബ്ലം വരത്തില്ല. പക്ഷേ തീരെ കുറഞ്ഞ കമ്പനി, അതായത് 1500 രൂപയുടെ വാഷ് ബേസിൻ അല്ലെങ്കിൽ ഒരു 2000 രൂപയ്ക്ക് വാൾഹങ് ഒക്കെ കിട്ടുന്ന മാർക്കറ്റ് ആണിത്. അവിടുന്ന് നിങ്ങൾ ഓപ്പൺ റിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം അത് പ്രയാസം ഉണ്ടാക്കും. പക്ഷേ നമ്മൾ വീണ്ടും പോയിന്റിലേക്ക് വരാം. ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, 5 സ്റ്റാർ ഹോട്ടൽ അല്ല ഹോട്ടൽസ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടോട്ടോ ആണെങ്കിലും അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണെങ്കിലും കോളർ ആണെങ്കിലും ഇതുപോലത്തെ വലിയ ബ്രാൻഡ്സിന്റെ ഓപ്പൺ റിം ക്ലോസറ്റ്സ് അവർ യൂസ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഇത് ഒരു മോശമായിട്ടുള്ള ഒരു ടെക്നോളജി അല്ല. പക്ഷേ കുറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഒരു 1500 രൂപയുടെ ക്ലോസറ്റിൽ നിന്ന് ഒരു 15000 രൂപയുടെ ക്ലോസറ്റ് ഓപ്പൺ റിം വരുമ്പം അതിനകത്ത് വരുന്ന വ്യത്യാസം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസമാണ് എഞ്ചിനീയർഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പം എഞ്ചിനീയർഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്താന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ കമ്പനി ഈ ടെക്നോളജി മനസ്സിലാക്കി എവിടെയെങ്കിലും ചൈനയിൽ നിന്ന് ഒരു അച്ച് ഇറക്കി ആ അച്ച് വെച്ച് ഇത് ഉണ്ടാക്കി വിടുന്നു, വിൽക്കുന്നു. റേറ്റ് കുറവായതുകൊണ്ട് അത് മാർക്കറ്റിൽ ഒരു സെഗ്മെന്റ് അത് മേടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ഒരു പ്രീമിയം സെഗ്മെന്റ് ആർക്കിടെക്ട്സും ലേണഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ഒക്കെ ചേർന്ന് വരയ്ക്കുന്ന ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ പ്രൊജക്ട്സിനകത്ത് അവർക്കറിയാം അവർക്ക് സിംഗിൾ ഫ്ലഷ് ക്ലീനിങ് വേണം, അതിന് അവർക്ക് ത്രസ്റ്റ് ബേസ്ഡ് യൂണിറ്റ്സ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സെക്കൻഡ്, 5 സ്റ്റാർ ഹോട്ടൽസിൽ ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ആ ക്ലോസറ്റ് ഭയങ്കര ഒച്ചത്തിൽ ഫ്ലഷ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അതിനാണ് അവർ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ എഞ്ചിനീയർ ചെയ്യുന്നത്. അതായത് ഓപ്പൺ റിം ആണ്, എത്ര ഫോഴ്സിലാണ് വെള്ളം ടാങ്കിൽ നിന്ന് ഇൻഗ്രസ് ചെയ്യുന്നത് അതേ ഫോഴ്സിൽ അത് ഇൻഗ്രസ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ അന്നേരം നോയ്സ് കുറയ്ക്കണം. അപ്പം നമുക്കറിയാം ഏതൊരു സാധനവും വേറൊരു സ്ഥലത്ത് പോയി തട്ടുമ്പോഴാണ് സൗണ്ട് വരുന്നത്. അതേപോലെ ഈ വരുന്ന സാധനം ഇതിൽ തട്ടി ഉരുണ്ടങ്ങ് പോവുകയാണെങ്കിൽ അതിൽ സൗണ്ട് വരത്തില്ല. അപ്പം ബേസിക്കലി ഈ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. കുറഞ്ഞ കമ്പനീസ് ഇത് മൈൻഡ് ചെയ്യത്തില്ല, ഈ വെള്ളം എങ്ങനെയാണ് ഇതിനകത്തൊന്ന് മൂവ് ചെയ്യുന്നത് റിമിനകത്തോട്ട് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടാകുന്നത്. ഈ സൗണ്ടാണ് നമുക്ക് പുറത്ത് നോയ്സ് ആയിട്ട് കേൾക്കുന്നത്. പക്ഷേ കോളർ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ടോട്ടോ ഇതുപോലത്തെ 5 സ്റ്റാർ ഹോട്ടൽസ് ജനറലി യൂസ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡ്സിനകത്തും എഞ്ചിനീയർഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആയിരിക്കും. വരുന്ന വെള്ളം മൂവ് ചെയ്യുന്നതും അത് തിരിഞ്ഞ് ബേസിനകത്തോട്ട് പോകുന്നത് അത് വെൽ എഞ്ചിനീയർഡ് ആയിരിക്കും. അതായത് അവർ ഓൾറെഡി അതിനെ ആ റിമിന്റെ സൈസും അതിന്റെ കോണ്ടൂർസും എല്ലാം അതിനനുസരിച്ചാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വെള്ളം എങ്ങും തട്ടരുത്, ഇത് ഫുൾ ഫോഴ്സിൽ വരണം, എന്നാൽ തീരെ നോയ്സ് ഇല്ലാതെ വരണം എന്നുള്ളത്. അപ്പം എഞ്ചിനീയർഡ് കോണ്ടൂർസ് ആണ് ഈ എഞ്ചിനീയർഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രാബല്യത്തിൽ വരാൻ. അപ്പം നമ്മളൊരു കൂടിയ മോഡൽ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കോളറും അങ്ങനത്തെ എടുക്കുമ്പോൾ ഒരുപാട് ഫാൻസി സാധനങ്ങൾ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് എടുത്താൽ നിങ്ങൾ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഒരുപാട് കൂടിയ ക്ലോസറ്റ്സ് എടുക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഓപ്പൺ റിം ക്ലോസറ്റ്സ് എടുക്കണം, പക്ഷെ നല്ല ബ്രാൻഡിന്റെ എടുക്കണം. ഒരു പക്ഷേ ഏറ്റവും നല്ല പർച്ചേസ് അത് തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ് പ്രീമിയം സെഗ്മെന്റിൽ AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് ചെയ്യുന്നത്. അപ്പം അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ഒരു ഓപ്പൺ റിം ക്ലോസറ്റ് ഇപ്പം കാണിക്കാം. ഈ ഇരിക്കുന്നതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ കാഡറ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസറ്റ് ആണ്. വളരെ ചെറുതാണ്, വളരെ ചെറിയ ബാത്റൂമിനകത്ത് പോലും വളരെയധികം സ്പേസ് കവർ ചെയ്ത് നമുക്കിത് സ്പേസ് കൺട്രോൾ ചെയ്ത് നമുക്കിത് വെക്കാൻ പറ്റും. ഇതിന്റെ സീറ്റ് കവറിലേക്ക് നമ്മൾ ഇന്ന് വരുന്നില്ല, കാരണം ഇന്ന് നമ്മുടെ ഫോക്കസ്
ക്ലോസറ്റ്സ് അല്ല, ഫ്ലഷിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഫ്ലഷിംഗ് സിസ്റ്റമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്ലഷിംഗ് സിസ്റ്റം മാത്രം പറയാം. ഈ കാണുന്ന ക്ലോസറ്റ് നിങ്ങൾക്കറിയാം, നിന്റെ കൈ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ വിരൽ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ഡ്രീം ആണ്. പക്ഷേ ഇത് ഫുള്ളി ഓപ്പൺ ഡ്രീം അല്ല. നിങ്ങൾക്ക് നോക്കാം, ഇപ്പം കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ എൻ്റെ കൈ തട്ടുന്നുണ്ട്. സോ വിച്ച് മീൻസ് ഈ പോയിന്റിൽ നിന്ന്, അതായത് ഈ ഒരു പോർട്ട്, ഇതിൻ്റെ ഒരു 1/3 പാർട്ട് സീൽഡ് ആണ്, അവിടെ ഹോൾഡ് റിം ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന 2 ക്ലോസറ്റിനെ കുറിച്ചാണ്, അതായത് ഓപ്പൺ റിം ക്ലോസറ്റും ഹോൾഡ് റിം ക്ലോസറ്റും. അപ്പം ഇത് ഏത് സെഗ്മെന്റിൽ പെടും എന്ന് ചോദിച്ചാൽ ഇത് ഓപ്പൺ റിം ക്ലോസറ്റ് സെഗ്മെന്റിൽ തന്നെ പെടും. കാരണം ഇതിനകത്ത് 2/3 ഭാഗം ഓപ്പൺ റിം ആണ്, പക്ഷെ 1/3 ഭാഗം ഹോൾഡ് റിം ആണ്. നോർമലി ഇത് ഫുള്ളി ഒരു ഹോൾഡ് റിം ക്ലോസറ്റ് ആയിരുന്നെങ്കിൽ ഈ 1/3 പാർട്ട് ഇവിടെ കണ്ട് ഈ 1/3 പാർട്ടിൽ നിന്നായിരിക്കും ഇതിന്റെ ത്രസ്റ്റ് വരുന്നത്, അതായത് മാക്സിമം ത്രസ്റ്റ് വരുന്നത് അവിടെ നിന്നായിരിക്കും. എന്നിട്ട് ഈ 2/3 ഭാഗം ഇവിടുന്നായിരിക്കും സപ്പോർട്ട് വെള്ളം വരുന്നത്. ഹോൾഡ് റിമിന്റെ ടെക്നോളജി അതാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു, വലിയ കമ്പനിയാണ്, വളരെ ലോകത്തിലെ എല്ലാ മേജർ എയർപോർട്ട്സും എല്ലാ മേജർ 5 സ്റ്റാർ ഹോട്ടൽസും അതേപോലെ പ്രീമിയം ആയിട്ടുള്ള എല്ലാ പബ്ലിക് പ്ലേസസിലും യൂസ് ചെയ്യുന്ന ഒരു ക്ലോസറ്റ് ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ്. ഞാൻ പറഞ്ഞു കൂടിയ മെറ്റീരിയൽ, അതിപ്പം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണെങ്കിലും കോളർ ആണെങ്കിലും ടോട്ടോ ആണെങ്കിലും അതുപോലത്തെ എല്ലാ കമ്പനീസും അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇവിടെ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. അതായത് സൗണ്ട്, അതായത് പ്രീമിയം ക്ലോസറ്റ് ആണ്, സൗണ്ട് ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഇവർ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ളി ത്രസ്റ്റ് ബേസ്ഡ് ആക്കാതെ, അതായത് ഈ പാർട്ട് ഓപ്പൺ ആക്കാതെ, കാരണം വരുന്ന വെള്ളത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പോർഷനാണ് ഈ ക്ലോസറ്റിന്റെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന 1/3 ഭാഗം. അവരവിടെ അതിന് പ്രഷർ കൺട്രോൾ ചെയ്തു. എങ്ങനെ കൺട്രോൾ ചെയ്തു? അവരവിടെ ഹോൾഡ് റിം ഇട്ട് കൊടുത്തു. അപ്പം 1/3 ഭാഗം, അതായത് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന ക്ലോസറ്റിന്റെ പാർട്ട് അവർ ഹോൾഡ് ആക്കിക്കൊണ്ട് പിന്നെ വരുന്ന അത്രയും പ്രഷർ അനുഭവിക്കാത്ത സ്ഥലത്തോട്ട് അവർ ഓപ്പൺ റിം ആക്കി കൊടുത്തു. അപ്പം ഈ ക്ലോസറ്റിൽ നമുക്ക് 2 ബെനിഫിറ്റും, അതായത് ഓപ്പൺ റിം ക്ലോസറ്റിന്റെ ഹൈ ത്രസ്റ്റും കിട്ടും, പക്ഷേ ഒരു ഹോൾഡ് റിം ക്ലോസറ്റിന്റെ സൈലൻസും കിട്ടും. അതാണ് ഈ ക്ലോസറ്റിന്റെ ഒരു പ്രത്യേകത. ഇനി ഇതേപോലെ തന്നെ കോളറിനും കാണും, ഐം ഷുവർ ടോട്ടോയ്ക്കും കാണും, എല്ലാവരും കാണും. കാരണം ഇതുപോലത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാവരും ചെയ്തില്ലെങ്കിലും ഒരാളുടെ സാധനം ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത ആൾ അത് ഉറപ്പായിട്ടും കോപ്പി ചെയ്യും. അപ്പം അതാണ് എല്ലായിടത്തെയും പോലെ ഇവിടെ നടക്കാറുണ്ട്. പ്രീമിയം ക്ലോസറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ദിസ് ഈസ് എ സൂപ്പർബ് എക്സാമ്പിൾ ഓഫ് വളരെ ചെറിയ സ്പേസിൽ വളരെ ചെറിയ രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ക്ലോസറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഈ ക്ലോസറ്റ്സിലേക്ക് വരും. കാരണം കെഡറ്റ് ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ക്ലോസറ്റും സീറ്റ് കവറും ടാങ്കും പ്ലേറ്റും ഗ്രോഹയുടെ ടാങ്കും പ്ലേറ്റും എല്ലാം കൂടെ ചേർത്ത് ഒരു 15,000 റുപ്പീസിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലോസറ്റ് ആണ്. അത് പിന്നെ ഒരു ദിവസത്തേക്ക് ഇന്ന് നമ്മൾ ഇത് കണ്ടു. നമ്മൾ ഒരു ഫുള്ളി ഓപ്പൺ റിം ജഗ്വാറിലും കണ്ടു, ആൻഡ് ഇവിടെ നമ്മൾ പാർഷ്യലി ഓപ്പൺ റിംഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡിലും കണ്ടു. ഇനി ഇന്നത്തെ 2ാമത്തെ ക്ലോസറ്റ്സിലേക്ക് പോവാം, അതായത് ഹോൾഡ് റിം ക്ലോസറ്റ്. ലെറ്റ്സ് ഗോ. ഇപ്പം എൻ്റെ സൈഡിലിരിക്കുന്ന ഈ ക്ലോസറ്റ് ഒരു ക്ലാസിക് ഹോൾഡ് റിം ക്ലോസറ്റ് ആണ്. ക്ലാസിക് ഹോൾഡ് റിം ക്ലോസറ്റിനകത്ത് ത്രസ്റ്റും സപ്പോർട്ടും 50-50 ആയിരിക്കും. സോ നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ്, അതായത് വെള്ളം ഇൻഗ്രസ് ആവുന്നു, വെള്ളം ഈഗ്രസ് ആവുന്നു, ഔട്ട് ആവുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇത് ബോളിനകത്ത് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ബോളിനകത്ത് ഇതിന്റെ ബിഹേവിയറിനെ നമുക്ക് 2 രീതിയിൽ മൂവ്മെന്റിനെ 2ആയിട്ട് കട്ട് ചെയ്യാം. ത്രസ്റ്റ് പാർട്ടും ഉണ്ട്, സപ്പോർട്ട് പാർട്ടും ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട് ഓപ്പൺ റിമിനെ നമ്മൾ കണ്ട് 100% ത്രസ്റ്റ് കണ്ട്. രണ്ടാമത് നമ്മൾ ഒരു ക്ലോസറ്റ് കണ്ടു. അവിടെ ഓപ്പൺ റിം ആണെങ്കിലും ഒരു ത്രസ്റ്റ് പാർട്ടിനെ, അതായത് കൂടുതൽ ത്രസ്റ്റ് അനുഭവിക്കുന്ന, ത്രസ്റ്റിനകത്തും കൂടുതൽ ത്രസ്റ്റ് അനുഭവിക്കുന്ന ഒരു പാർട്ടിനകത്ത് അതിനെ എങ്ങനെ സൈലൻസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെങ്ങനെ അതിന്റെ പ്രഷർ കട്ട് ചെയ്തു, അങ്ങനെ ഒരു ഫുൾ ത്രസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കി, അല്ലെങ്കിൽ ത്രസ്റ്റ് പ്ലസ് ഹോൾഡ് ബേസ്ഡ് ഒരു സിസ്റ്റം എങ്ങനെ അത് ചെയ്തു അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ, അത് നമ്മൾ കണ്ടു. ഇവിടെ ഫുള്ളി ഹോൾഡ് ആണ്. അതായത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിന്റെ അകത്തെ ഹോൾസിന്റെ ലേ ഔട്ട്. ഇനി ഹോൾസിന്റെ ലേ ഔട്ട് ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാന്നുണ്ട്. ഇവിടെ എല്ലാം എൻ്റെ വിരല് എങ്ങും റിമിനകത്തോട്ട് പോകുന്നില്ല, എല്ലാം ഈ റിമിന്റെ അടിയിൽ ഹോൾസ് ഉണ്ട്. അതായത് ഫുള്ളി ഓപ്പൺ ആക്കാതെ ഇതിനകത്ത് ഞാൻ റഫ്ലി എണ്ണിയ ഒരു 20-25 ഹോൾസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഹോൾസ് വഴിയാണ് ഈ ക്ലോസറ്റിനകത്ത് അല്ലെങ്കിൽ ബേസിനകത്തോട്ട് വെള്ളം വരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഈ ക്ലോസറ്റ്സ് വളരെയധികം സൈലന്റ് ആവും. നമ്മൾ ഓപ്പൺ റിമിൽ നിന്ന് ഹോൾഡ് റിമിലോട്ട് വരാനുള്ള പ്രധാന കാരണം തന്നെ ക്ലോസറ്റ്സിനെ എങ്ങനെ നോയ്സ്ലെസ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈലന്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ക്ലോസറ്റ്സ് പക്കായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇവിടെ തന്നെ ഇത് ജഗ്വാറിന്റെ ഒരു ക്ലോസറ്റ് ആണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലോസറ്റാണ്. എല്ലായിടത്തും ഹോൾസ് ഉണ്ട്, പക്ഷേ ഹോൾസിന്റെ സൈസ് വേരി ചെയ്യും. ആ സൈസ് എന്തിനാ വേരി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ത്രസ്റ്റ് പാർട്ട്, ത്രസ്റ്റും സപ്പോർട്ടിനെയും മെയിൻറ്റെയിൻ ചെയ്ത് ത്രസ്റ്റിനെ എങ്ങനെ
കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ കൂട്ടിയാൽ വെള്ളം നല്ലതായിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ഈ പോയിന്റിലുള്ള ഹോൾസ് കുറച്ചുകൂടെ വലിയ സൈസാണ്. ഇവിടുത്തെ ഈ പോർഷനിലെ ഹോൾസ് സ്വല്പം ചെറിയ ഹോൾസ് ആണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ കാണാം ഒരു ഹോളല്ല, ഒരു സ്ലിറ്റ് ആണ്. എൻ്റെ 4 വിരലും അതിനകത്തോട്ട് കയറി ചെല്ലുന്നു. എന്ന് വെച്ചാൽ മേജർ ത്രസ്റ്റ്, അതായത് ഇതിനകത്ത് നിന്ന് വേസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള വെള്ളത്തിന്റെ മേജർ ത്രസ്റ്റ് വരാൻ പോകുന്നത് ഇവിടുന്നാണ്. അതിന്റെ സെക്കൻഡ് ബിഗ് ത്രസ്റ്റ് വരാൻ പോകുന്നത് ഇവിടുന്നാണ്. സപ്പോർട്ട് വരാൻ പോകുന്നത് ഇവിടുന്നാണ്. സോ ഇതാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ്. വേറെ ഒരു കടയിലും ഇതേപോലെ ഫ്ലഷിംഗ് സിസ്റ്റം ഇന്നേ വരെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലമാണ്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസറ്റ് വിൽക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലല്ല, മിക്ക സാനിറ്ററി കടയിലും വില കുറച്ച് സാനിറ്ററി വെയർ കാണിച്ചത് വിൽക്കാൻ ഉള്ള ഒരു പ്രവണതയാണ് കടക്കാർ കാണിച്ചത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ടെക്നോളജി പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടെക്നോളജി ഏതാണ്, ആ ടെക്നോളജിയിൽ ഏറ്റവും നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൈസ് എന്തുമാണ്, ഇത് കാണിച്ചിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് തിരിച്ച് ടെക്നോളജിയിലേക്ക് വരാം. സോ ഈ ക്ലോസറ്റും ആ ഇരിക്കുന്ന വിയോറ എന്ന് പറയുന്ന ബ്രാൻഡ് ക്ലോസറ്റുമാണ്. രണ്ടും ബിലോ 9,000 rupees വരുന്ന ക്ലോസറ്റ്സ് ആണ്. ഹോൾ റിം വിത്ത് ഡിഫറൻഷ്യൽ ത്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, ഹോൾ റിം വിത്ത് സ്റ്റാൻഡേർഡ് ത്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. അപ്പം ഇതാണ് രണ്ടും ഹോൾ റിം ആണ്, രണ്ടും സൈലന്റ് ആണ്, ഒരുപാട് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാകത്തില്ല. ഇതാണ് ഇതിന്റെ രണ്ടിന്റെ പ്രോപ്പർട്ടീസ്. അപ്പം ഐ ഹോപ്പ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റിൽ ടൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. സേവ് ചെയ്ത് മസ്റ്റ് ആയിട്ടും വെക്കണം. കാരണം ഇൻ എനി പോയിന്റ് ഓഫ് ടൈം ദാറ്റ് യു ഗോയിങ് ടു ബൈ ക്ലോസറ്റ്സ്, ഈ 2-3 എപ്പിസോഡ്സ്, അതായത് നിങ്ങളുടെ എസ് ട്രാപ്പും പി ട്രാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ, ഇന്ന് ട്രസ്റ്റും സപ്പോർട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ബേസിക് ആയിട്ടുള്ള 2 ടെക്നോളജീസ്, ഇനി വരാൻ പോകുന്ന സൈഫോണിക്കും അതേപോലെ റിംലെസ് ക്ലോസറ്റ്സിന്റെ ടെക്നോളജീസും, ഈ 3-4 വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലോസറ്റ് സെലക്ഷൻ എങ്ങും തെറ്റത്തില്ല. സോ ഹാവ് എ ഗ്രേറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം.